ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ. ഇത് കണ്ട എൻ്റെ കയ്യിലുള്ള ഈ പ്രൊഡക്റ്റുകൾ, ഇത് ഇന്ന് ഒരു ഡോർ ടു ഡോർ ബിസിനസ് നടത്തുന്ന ഒരു കുട്ടി വന്നിട്ട് എന്നെ പരിചയപ്പെടുത്തിയാണ് കേട്ടോ. ഈ സാധനം എന്താ നിങ്ങൾക്ക് മനസ്സിലായ? ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ഫെനോയിൽ കോമ്പൗണ്ട് എന്ന് എഴുതിയിട്ടുള്ളത്. ഇത് നമ്മളെ ഫെനോയിൽ ഉണ്ടാക്കൂലേ, അതിനുള്ളൊരു എസെൻസാണ്. ഇതുകൊണ്ട് 7 ലിറ്റർ ഫെനോയിൽ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. 7 ലിറ്റർ ഫെനോയിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതിനൊരു കുട്ടി മേടിച്ച റേറ്റ് 120 രൂപയാണ്. 150 രൂപയാണ് ഇതിൻ്റെ ശരിക്കും റേറ്റ് വരുന്നത്, MRP വരുന്നത്. പക്ഷേ 120 രൂപ ആയിട്ട് അവർ തന്നു. അത് പിന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ 1 ലിറ്റർ ഫെനോയിലിന് സാധാരണ നമുക്ക് കൊടുക്കേണ്ട റേറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 10-50 രൂപ ഉണ്ട്. അപ്പോൾ 50 രൂപ ആകുമ്പോൾ 7 മേടിക്കുകയാണെങ്കിൽ 350 രൂപ. അപ്പോൾ ഇത് 120 രൂപക്ക് നമുക്ക് കിട്ടുമ്പോൾ 7 ലിറ്റർ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഞാൻ എന്ത് പണി ചെയ്ത് ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഇത് ഒന്ന് നോക്കണം, ട്രൈ ചെയ്യണം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. എനിക്കൊന്നും അറിയില്ല സത്യത്തിൽ, എങ്ങനെ ഉണ്ടാവും ഇതിൻ്റെ ക്വാളിറ്റി എന്നൊന്നും അറിയില്ല. അപ്പോൾ ആ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ എന്തായാലും രക്ഷപ്പെട്ടു. അപ്പോൾ അത് വളരെയധികം ലാഭമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി മേടിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ 10-50 റുപ്യ ചുരുങ്ങി കൊടുക്കേണ്ടി വരും എന്നൊക്കെ തോന്നുന്നത്. ഇവിടെ ഈ നമ്മുടെ ഇവരുണ്ടല്ലോ, നമ്മളെ കുടുംബശ്രീക്കാരൊക്കെ കൊണ്ടുവരാറുണ്ട് ഈ സാധനം. ഈ സാധനത്തിന് അവരെ കയ്യിൽ നിന്ന് മേടിക്കാറുണ്ട്. ഇവിടെ മേടിക്കുമ്പോൾ ഈ റേറ്റ് വരും. ആ റേറ്റ് നമ്മൾ മേടിക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഇത്. അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഇത് മേടിക്കാൻ കാരണം. പിന്നെ ആ കുട്ടിയാണെങ്കിലോ, ചേട്ടാ ഒന്ന് മേടിക്ക്, ഞാൻ രാവിലെ മുതൽ ഇറങ്ങിയതാണ്, എനിക്ക് 9:30 ഇറങ്ങിയതാണ്, 10-25 പ്രൊഡക്റ്റ് എനിക്ക് വിൽക്കാനുണ്ട്, എൻ്റെ ടാർഗറ്റ് ആയിട്ടില്ല, മാസം കഴിയാറായി എന്ന് പറഞ്ഞിട്ട് ഒരേ പറച്ചിൽ. അപ്പോൾ പിന്നെ ഏതൊരാളും മേടിച്ചു പോകുമല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞ് ഒരു 2-3 പ്രൊഡക്റ്റ് മേടിക്കുക എന്നൊക്കെയാണ് എന്നോട് പറയണത്. 2-3 പ്രൊഡക്റ്റ് മേടിക്കാൻ വെച്ചാൽ ഇപ്പോൾ നമുക്ക് എന്തായാലും വേണ്ട, 2-3 പ്രൊഡക്റ്റ് ഒന്നും വേണ്ട. ഞാനൊരു കാര്യം ചെയ്യാം, ഒരു പ്രൊഡക്റ്റ് നമുക്ക് അത്യാവശ്യം നല്ല ഉപകാരപ്പെടുന്ന പ്രൊഡക്റ്റ് കാണിക്കുന്നു പറഞ്ഞപ്പോൾ അവൾ ഇത് കാണിച്ചു തന്നു. അങ്ങനെയാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. ഈ പ്രൊഡക്റ്റ് എനിക്ക് തോന്നുന്നത് ഞാൻ മേടിച്ച കുഴപ്പമില്ല, നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള സാധനമാണ്. കാരണം നമുക്ക് കൂടുതൽ ഉണ്ടാക്കാമല്ലോ. ഇനിയിപ്പോൾ ഒരു 7 ബോട്ടിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഇപ്പോൾ അടുത്തൊന്നും ആ സാധനം നമ്മൾ മേടിക്കണ്ടല്ലോ. അപ്പോൾ ആ കുട്ടി നിങ്ങളുടെ വഴിക്കൊക്കെ വരികയാണെങ്കിൽ, ഒരു കുട്ടിയാണ്, ഒരു ബാഗും തോളിയിട്ടിട്ടൊരു മെലിഞ്ഞൊരു പെൺകുട്ടിയാണ്, അവർ വരികയാണെങ്കിൽ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അവളെ. ഓക്കെ, കാസർഗോഡാണ് കുട്ടിയുടെ വീട്. എന്തായാലും സപ്പോർട്ട് ചെയ്യുക കേട്ടോ.